എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. CPMൻ്റെ പ്രമാദമായ നമ്മുടെ രക്തസാക്ഷി ഫണ്ട് വിവാദത്തിനെ പറ്റിയിട്ടുള്ള ഒരു കാർട്ടൂണാണ് ഞാനിന്ന് വരയ്ക്കുന്നത്. നമുക്കറിയാം CPMൻ്റെ പ്രത്യേകിച്ച് കണ്ണൂർ പയ്യന്നൂരിലെ അണികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മൊത്തം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കോളിളക്കം തന്നെയായിരുന്നു അത്. പ്രത്യേകിച്ച് കണ്ണൂരിലെ ഈ പയ്യന്നൂരിലെ സഹാക്കൾക്കൊരു കോളിളക്കമായിരുന്നു ഈ നമ്മുടെ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ഒരു തട്ടിപ്പ് വിവരം. അത് രക്തസാക്ഷി ധനരാജിന് വേണ്ടിയിട്ട് പിരിച്ച പൈസയെന്ന് ഫണ്ട് ചെയ്ത് ഏതാണ്ട് കോടിക്കണക്കിന് രൂപ അവിടുത്തെ MLA മധുസൂദനൻ അഴിച്ചു മാറ്റിയെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഈ രക്തസാക്ഷി ഫണ്ട് മാത്രമല്ല, പാർട്ടി ആസ്ഥാനം നിർമ്മിക്കാനുള്ള ഫണ്ടിൽ നിന്ന് എല്ലാ ഈ മറ്റേ കമന്ന് വീണ കാപ്പണം എന്നുള്ള പഴഞ്ചൊല്ലനുസരിച്ചോ അല്ലെങ്കിൽ ശർക്കരക്കോടത്തിൽ കൈയിട്ട് നക്കാത്തവരാരുമില്ല എന്നുള്ള സൈദ്ധാന്തിക കീഴ്വഴക്കമനുസരിച്ചോ ആണെന്നറിയത്തില്ല, ഇവരെല്ലാത്തിലും തട്ടിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ തട്ടിപ്പിൻ്റെ ഒരു ഭീകര രൂപം വെളിയിൽ കൊണ്ടുവന്നത് നമ്മുടെ ഈ വി കുഞ്ഞികൃഷ്ണനാണ്. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം ഈ പിരിച്ച പൈസയുടെ തുകയും അതിനകത്ത് ചെലവഴിച്ച പൈസയുടെ തുകയും ബാക്കി അടിച്ചു മാറ്റിയ തുകയെല്ലാം വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതേ ചൊല്ലി ഈ മറ്റേ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും അവിടുത്തെ ജില്ലാ സെക്രട്ടറി രാകേഷും ഒക്കെ ഇങ്ങനെ ന്യായീകരിക്കാനായിട്ട് അങ്ങ് കിടന്ന് മെഴുകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം രാകേഷ് പാർട്ടിക്ക് പുതിയ ശബ്ദധാരാവലിയൊക്കെ സംഭാവന ചെയ്ത് ബഹുജനമേത, പൊതുജനമേത, സാധാരണ ജനമേത, പൊതുജനം എന്ന കഴുതേത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര ഈ പത്രസമ്മേളനമൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപ്പറ്റിയിട്ടൊരു കാർട്ടൂണാണിത്. സത്യം പറഞ്ഞാൽ ഈ CPMനെ രക്തസാക്ഷികൾ ഇങ്ങനെ പിടിച്ചിരിക്കുക. നമുക്ക് ഓരോ വിശ്വാസങ്ങളുണ്ടല്ലോ, ഈ മരിച്ചുപോയ ആൾക്കാരിങ്ങനെ പ്രേതമായിട്ട് പുറകെ വന്ന് നമ്മുടെ കഴുത്തെ പിടിക്കുമെന്നൊക്കെ രാത്രി നമ്മൾ സ്വപ്നം കണ്ടിട്ടൊക്കെ ഉണരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ CPMനെ ഇപ്പം ഈ രക്തസാക്ഷികൾ ഇങ്ങനെ വിടാതെ പിടിച്ചിരിക്കുക. എന്നാളും ഇവർ ഇങ്ങനെ ഈ രക്തസാക്ഷികളല്ലേ, അത് പ്രശ്നമില്ല എന്നും പറഞ്ഞ് ഇവർ മോട്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കയ്യോടെ പിടിക്കുന്ന ഒരു രൂപത്തിലായി. പക്ഷേ മാധവൻ ഈ ഗോവിന്ദൻ്റെ ഇപ്പോൾ ഒരു ജാഥ നടത്തുന്നുണ്ടല്ലോ ഗോവിന്ദൻ, വികസന സന്ദേശ യാത്ര. ഈ വികസന സന്ദേശ യാത്രയിൽ ഈ രക്തസാക്ഷിയുടെ ഭാര്യയെ വരെ കൊണ്ടുവന്ന് ഗോവിന്ദന് ഹാരാർപ്പണം നടത്തുന്ന ഒരു ചടങ്ങുണ്ടായി. അവരൊക്കെ എത്ര സഹിക്കുന്നുണ്ടാവുമെന്ന് നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ നാട്ടിലെ മുഴുവൻ പാട്ടായ സംഗതികളാണ് ഈ തട്ടിപ്പിൻ്റെ വാർത്ത. അവരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്ന് ഗോവിന്ദന് മാല ഇടിയിക്കണമെന്ന് പറഞ്ഞാൽ ഇവരുടെ പാർട്ടിയുടെ മിഷണറിയുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കി. അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും അവർ വരത്തില്ല. പക്ഷേ അവർക്ക് ആ നാട്ടിൽ ജീവിക്കണം. അതുകൊണ്ട് അവർ വന്ന് മറ്റേ ഗോവിന്ദന് ഹാരാർപ്പണം നടത്തി പോലും. നമുക്കറിയാം അവിടുത്തെ ജാഥയ്ക്ക് ആളിനെ കിട്ടാനായിട്ട് ബംഗാളിൽ നിന്ന് വരെ ആളിനെ ഇറക്കിയ കഥ നമ്മൾ കണ്ടു. മറ്റേ CPMൻ്റെ 35 വർഷത്തെ ഭരണം കാരണം അവിടുത്തെ ജീവിതം പോലും നഷ്ടപ്പെട്ട് കേരളത്തിൽ വന്ന ബംഗാളികളാണ്. അവരെ ഇവിടെ ട്യൂഷൻ കൊടുത്ത് മറ്റേ ജാഥയ്ക്ക് മുദ്രാവാക്യം വെളുപ്പിച്ച് കൊണ്ടുവന്ന കഥകൾ നമ്മൾ അറിഞ്ഞു. ഈ യഥാർത്ഥ അണികളെ കിട്ടാഞ്ഞിട്ട് അവർക്ക് ഗോവിന്ദൻ മാഷെന്നൊന്നും പറയാൻ അറിയത്തില്ല. പക്ഷേ അവർക്ക് അറിയാവുന്ന ഭാഷയിൽ ലളിതമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പഠിപ്പിച്ച് കൊടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ നവമാധ്യമങ്ങൾ ഇവരതെല്ലാം AI വഴി ഉണ്ടാക്കിയതെന്ന് പറയും. പക്ഷേ എന്നാലും നമുക്കിപ്പോൾ ആലോചിക്കേണ്ടത് ഈ രക്തസാക്ഷി ഫണ്ടിൽ നിന്ന്, ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് പാർട്ടി തട്ടിച്ച പൈസയുടെ ആ കണക്ക്, അതിനകത്ത് ഈ സത്യങ്ങൾ ഈ പാർട്ടിയെ അല്ലെങ്കിൽ ഗോവിന്ദനെ വേട്ടയാടുകയാണ്. അതേപ്പറ്റിയിട്ടുള്ളൊരു കാർട്ടൂണാണ് ഇന്ന് ഞാൻ വരച്ചിരിക്കുന്നത്. നമുക്ക് ഈ കാർട്ടൂണിലോട്ട് കിടക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ റഫ് നേരത്തെ ഇട്ടിട്ടുണ്ട്. നമുക്കതിൻ്റെ ഇഞ്ചിങ്ങിലോട്ട് കിടക്കാം.